തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ചാർലി ഗിർവാദീസ് അങ്കമാലി. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ സുദിനത്തിനായി ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. 2020 ഡിസംബർ 25 ഒരു ക്രിസ്മസ് ദിനം കൂടി ആഗതമായി. മണ്ണിൽ നിന്നും മനുഷ്യനെ മെനയുവാൻ മണ്ണിൽ പണിയെടുത്ത മശീഹ അതേ മണ്ണിൽ മനുഷ്യനായി അവതരിച്ചതിന്റെ ഓർമ്മയെ പുതുക്കുന്ന സുദിനം, അതാണ് ക്രിസ്മസ്. 2020 വർഷം മുമ്പ് ചരിത്രത്തിന്റെ ഗതിയെ AD എന്നും BC എന്നും രണ്ടായി വേർതിരിച്ച് ചരിത്രത്തിന്റെ ഏടുകളിൽ ഇടം കണ്ടെത്തിയ യേശുനാഥന്റെ ജനനത്തിന്റെ സവിശേഷതകൾ ഏറെയാണ്. ആ ജനനത്തിന്റെ ഒന്നാമത്തെ സവിശേഷത എന്നത് നിത്യതയിൽ ഉണ്ടായിരുന്ന ഒന്നിന്റെ ഉത്ഭവമായിരുന്നു അത് എന്നുള്ളതാണ്. മീഖാ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഇസ്രയേലിന്റെ അധിപനായിരുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. മീഖാ എന്ന പ്രവാചകൻ വളരെ സുവിശിതമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ മുമ്പേ ഉണ്ടായിരുന്നവനാണ്. അവൻ ഭൂമിയിൽ ജാതനാകുന്നതിന് മുമ്പേ നിത്യതയിൽ തന്നെ താൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് അവന്റെ ജനനത്തിന്റെ ഒന്നാമത്തെ സവിശേഷത എന്നത്. അവൻ മുമ്പേ ഉണ്ടായിരുന്നവൻ ആയിരുന്നു എന്നുള്ളതാണ്. ആ ജനനത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മീഖാ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്: നീയോ ബെത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. ആ ജനനത്തിന്റെ രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് അവൻ ജനിക്കുന്നതിന് 695 വർഷം മുമ്പേ തന്നെ അവൻ എവിടെ ജനിക്കുമെന്ന് വ്യക്തമായി പ്രവാചകൻ രേഖപ്പെടുത്തുകയുണ്ടായി. അവൻ ബെത്ലഹേമിൽ ജനിക്കും. അതാണ് ആ ജനനത്തിന്റെ രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത്. ആ ജനനത്തിന്റെ മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ജനനത്തിനു മുമ്പേ പേർ വിളിക്കപ്പെട്ടവനാണ് കർത്താവ് എന്നുള്ളതാണ്. മത്തായി സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ വന്ന് യോസേഫിനോട് പറയുകയാണ്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ ജനനത്തിന് മുമ്പേ പേർ വിളിക്കപ്പെട്ടവനാണ്. ആ ജനനത്തിന്റെ നാലാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ജനനത്തിന് മുമ്പേ ജനനത്തിന്റെ ദൗത്യം പ്രഖ്യാപിക്കപ്പെട്ട ഒരു ജനനമായിരുന്നു അതെന്നുള്ളതാണ്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനായി ജനിക്കുന്നവനാണ്. അതുപോലൊരു ജനനം അതിനു മുമ്പും അതിനുശേഷവും ഉണ്ടായിട്ടില്ല. അതാണ് ആ ജനനത്തിന്റെ നാലാമത്തെ സവിശേഷത എന്ന് പറയുന്നത്. അവന്റെ ജനനത്തിന്റെ 5-ാമത്തെ സവിശേഷത എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവന്റെ ജനനം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും ദൈവപുത്രനായി അവൻ ജനിച്ചു എന്നുള്ളതാണ്. അവിടെ നാം വായിക്കുന്ന പ്രകാരമാണ്: അവന്റെ ജനനം ജഡത്തിന്റെ ഇഷ്ടത്താലല്ല
പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത്. അതാണ് അവന്റെ ജനനത്തിന്റെ 5ാമത്തെ സവിശേഷത. അവൻ ദൈവത്തിൽ നിന്നും ദൈവപുത്രനായി ജനിച്ചവനാണ്. അവന്റെ ജനനത്തിന്റെ 6ാമത്തെ സവിശേഷത എന്ന് പറയുന്നത് അവൻ രാജാവായിട്ട് പിറന്നവനാണ്. അനേകർ ജനിച്ച് അനേക വർഷങ്ങൾക്ക് ശേഷം രാജാവായി തീരുമ്പോൾ ഇവൻ ജനിച്ചതേ രാജാവായിട്ട് ജനിച്ചതാണ് എന്ന് മത്തായി സുവിശേഷം 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ ചോദിക്കുകയാണ്, യെരുശലേമിൽ വന്നവർ ചോദിച്ച ചോദ്യം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നാണ്. അവൻ ജനിച്ചതേ രാജാവായിട്ടാണ്. അവന്റെ ജനനത്തിന്റെ 7ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ ദൈവമായിരുന്നവൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു എന്നുള്ളതാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയ ഇപ്രകാരമാണ്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളേണം എന്ന് വിചാരിക്കാതെ ദാസ രൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒളിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്നുള്ളതാണ്. അവന്റെ ജനനത്തിന്റെ 7ാമത്തെ സവിശേഷത അവൻ ദൈവ രൂപത്തിൽ ഇരിക്കെ, അവൻ സാക്ഷാൽ ദൈവമായിരിക്കെ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചു, ജീവിച്ചു എന്നുള്ളതാണ്. അവന്റെ ജനനത്തിന്റെ 8ാമത്തെ സവിശേഷത എന്ന് പറയുന്നത് അവൻ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചപ്പോഴും ദൈവമായി തന്നെ തുടർന്നു എന്നുള്ളതാണ്. മത്തായി സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യം നാം വായിക്കുമ്പോൾ, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അവൻ ഭൂമിയിലായിരുന്നപ്പോൾ അവനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ദൈവം നമ്മോടുകൂടെ. അവൻ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. എന്റെ പ്രിയ സ്നേഹിത, അനേക സവിശേഷതകളോടെയാണ് കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ കാലസമ്പൂർണതയിൽ കന്യകയിലൂടെ രാജാവായി, രക്ഷകനായി, ദൈവപുത്രനായി, ഇമ്മാനുവേലായി ബെത്ലഹേമിൽ ഭൂജാതനായത്. അവൻ ഭൂജാതനായത് കാലസമ്പൂർണതയിലാണ്. ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് അവൻ ഈ ഭൂമിയിൽ പാപികളെ രക്ഷിപ്പാനായിട്ട് ഭൂജാതനായി. എന്നാൽ പാപിൽ രക്ഷിതാവായി അവൻ പിറന്നിട്ടും താങ്കളിപ്പോഴും ഈ ഭൂമിയിൽ പാപിയായി തുടരുകയാണോ? 2ാമത്തെ ചോദ്യം, ഇമ്മാനുവേലായി അവൻ പിറന്നിട്ടും താങ്കൾ ഇപ്പോഴും ഈ ഭൂമിയിൽ ദൈവമില്ലാത്തവനായി തുടരുകയാണോ? എങ്കിൽ നിങ്ങളുടെ ഹൃദയം അവനായി ഇന്ന് തുറന്നു കൊടുക്കുക. പിറക്കട്ടെ യേശു നിങ്ങളുടെ ഹൃദയങ്ങളിൽ. മാറട്ടെ നിങ്ങളുടെ ഹൃദയം അവന്റെ ആലയമായി. തുടങ്ങട്ടെ ഒരു യഥാർത്ഥ ക്രിസ്മസ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന്. എന്റെ പ്രിയ സ്നേഹിത, ഈ നാൾ വരെയും നിന്റെ ഹൃദയം ഈ രക്ഷകനായി ഇമ്മാനുവേലായി പിറന്നവന് തുറന്നു കൊടുക്കുവാനിടയായിട്ടില്ലെങ്കിൽ ഇന്ന് യഥാർത്ഥമായിട്ട് നിങ്ങളുടെ ഹൃദയം അവനായി തുറന്നു കൊടുക്കുക. അവന്റെ ആലയമായി തീരട്ടെ നിങ്ങളുടെ ഹൃദയം. നിങ്ങൾ ജീവിക്കുന്ന ക്രിസ്തുവിന്റെ ജീവിക്കുന്ന ആലയമായി മാറട്ടെ. യഥാർത്ഥമായിരിക്കുന്ന ക്രിസ്മസിന്റെ അനുഭവം ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ തുടരുവാൻ തൊക്കെ ഇടയാകട്ടെ. വലിയവനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാത്തവൻ വാക്കുമാറാത്തവൻ കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. മാറുകില്ല, വാക്കുമാറുകില്ല, ഒരു നാളിലും കൈവിടില്ല. തൃപ്തി